ഇങ്ങനെ ഒരാൾ ഹജ്ജിനെ ഏകദേശം 1-2 ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് അയാൾ നേരത്തെ വന്ന് ഉംറൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഹജ്ജ് മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് ബലി നിർബന്ധവുമല്ല. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ ബലി ചെയ്യേണ്ടതില്ല. ഹജ്ജിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഖിറാൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉംറയും ഹജ്ജും ചേർത്ത് ചെയ്യാൻ. ഉദാഹരണത്തിന് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ അയാൾ വെക്കുന്ന നിയ്യത്ത് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ വ ഹജ്ജൻ എന്നാണ്. ആദ്യം ചെന്നിട്ട് അയാള് ഉംറ നിർവഹിക്കും. എന്നിട്ട് ഡ്രസ്സ് തഹല്ലുലാവുന്നില്ല. അപ്പോഴത്തേക്ക് ദുൽഹജ്ജ് 8 ആയിട്ടുണ്ടാവും. അയാൾ നേരെ മിനായിലേക്ക് പോയി അറഫയിലേക്ക് പോയി അതിന്റെ കർമ്മങ്ങളും അയാൾ നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കും. ഉംറയിൽ നിന്ന് വിടുതൽ നേടാതെ നേരെ ഹജ്ജ് കൂടി അതിനോട് ചേർത്ത് അടുപ്പിച്ച് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ആണ് ഖാരിനായി ഹജ്ജ് ചെയ്യുന്ന ആൾ. ആ രൂപത്തിന് ഖിറാൻ എന്ന് പറയും. അവർക്ക് ബലി നിർബന്ധമാണ്. മൂന്നാമത്തതാണ് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആള്. കാരണം കേരളത്തിൽ പോകുന്നപ്പോൾ അടുത്ത കാലത്തൊക്കെ കേരളത്തിൽ പോകുന്ന പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നവരുണ്ട്. 15 ദിവസം കൊണ്ട് ഈ കർമ്മങ്ങൾ കൂടി ചേർത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന രീതികൾ കാണാറുണ്ട്. പ്രൈവറ്റിലൊക്കെ ഇപ്പം 30 ദിവസമാണ്. നേരത്തെ പ്രൈവറ്റിലും 40 ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് 40 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും ആ ഷെഡ്യൂൾ ഉണ്ടാകുക. അപ്പോൾ ഈ ഹജ്ജിന്റെ നിർണിതമായ ദിവസങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ ഏതായിരുന്നാലും മക്കയിലും മദീനയിലും എത്തിയതാണല്ലോ ഒരു തീർത്ഥാടകൻ. ഇസ്ലാമിന്റെ കേന്ദ്രത്തിലാണുള്ളത്, ചരിത്രത്തിന്റെ കേന്ദ്രത്തിലാണുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള ആരാധനാലയങ്ങളിൽ, ഹറമുകളിൽ, മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും കൂടുതൽ കാലം ഇബാദത്തുകൾ മുഴുകാനും നമസ്കരിക്കാനും ഒക്കെ വേണ്ടി അവർക്കൊരു ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങൾ മാറ്റിവെക്കുന്നത് കൊണ്ട്, ആ ദിവസങ്ങൾ കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ 40-30 ദിവസം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉംറ നിർവഹിക്കും. എന്നിട്ട് അതിൽ നിന്ന് പൂർണ്ണമായും തഹല്ലുലാകും. തഹല്ലുലാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് നിഷിദ്ധമായിരുന്നോ, അപ്പോൾ അനുവദനീയമായ കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടാണല്ലോ ഈ കർമ്മത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പം ഭാര്യാഭർത്ത സംസർഗങ്ങൾ വരെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് പറ്റില്ല. അയാൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി കഴിഞ്ഞാൽ മക്കയിലും മദീനയിലും ആണെങ്കിൽ അത് അനുവദനീയമാണ്. പിന്നെ അങ്ങനെ അയാൾ തഹല്ലുലായി കഴിഞ്ഞ് ഹജ്ജിന്റെ ദിവസങ്ങളിൽ വീണ്ടും താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഹജ്ജ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് തമത്തു എന്ന് പറയുന്നത്. ആദ്യം ഉംറ ചെയ്ത് വിരമിക്കുന്നു, പിന്നെ ഹജ്ജിന്റെ ദിവസങ്ങളിൽ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് പൂർത്തീകരിക്കുന്നു. ഈ ഇടയിലുള്ള ദിവസങ്ങളിൽ അയാൾക്ക് എന്തെല്ലാം വിലക്കപ്പെട്ടിരുന്നോ അതെല്ലാം അനുവദനീയമാകുന്നതാണ്. ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന ആൾക്കും എന്തു പറ്റും? അയാൾക്കും ബലി നിർബന്ധമാണ്. അതാണ് ഹജ്ജും ഉംറയും തമ്മിലുള്ള കണക്ഷൻ.